മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ, ഐഹികമായ ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശരീരത്തിന് നല്ല സുഖം വേണം, പാർപ്പിടത്തിലും വാഹനത്തിലും ചുറ്റുപാടിലും ജീവിതത്തിലും സമ്പത്ത് കൊണ്ട് ആഡംബരം കൊണ്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, അവരുടെ കർമ്മങ്ങൾക്ക് പകരമായി ഐഹികമായ ലോകത്തിന്റെ ആഡംബരങ്ങൾ നാം അവർക്ക് നൽകുന്നതാണ്. ഈ ലോകത്ത് കാശ് മതി എന്ന് ചിന്തിക്കുന്നവർക്ക്, ബിസിനസ് ചെയ്ത് സമ്പാദിക്കണം എന്ന് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ, ശരീരത്തിന്റെ ആഗ്രഹം മദ്യപാനവും മയക്കുമരുന്നും വ്യഭിചാരവും കറങ്ങി നടക്കലും ചാടിപ്പോകലും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ അവർക്കതിന്റെ സൗകര്യം നാം ചെയ്തു കൊടുക്കും. അല്ലാഹു പറയാം, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. എന്നിട്ട് എന്ത് സംഭവിക്കും? ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. നാളെ പരലോകത്തവർക്ക് നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഈ ലോകത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് മാത്രമേ അവരുടെ മനസ്സിൽ ന്യായമായും അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് നാം ഇവിടെ കൊടുത്തു. അതുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷയില്ല. വഹബിത മാ സനഉ ഫീഹാ, അവർ ദുനിയാവിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി. വബാതിലും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ഈ ലോകത്തിന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് ജീവിക്കുന്നവർക്ക് അത് തന്നെയാണ്. അലി ഇബ്നുൽ മഅ്മൂൻ ആഡംബരത്തിൽ ജീവിക്കുന്നു. സുഖസൗകര്യങ്ങൾ വേണ്ടത് വേണം. 100 കണക്കിന് കുതിരകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളതിനെ കയറി ഓടിക്കാൻ. ഇഷ്ടംപോലെ മൃഗങ്ങളുള്ള ഹദീഖത്തുൽ ഹയവാൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട്. സൂ ഉണ്ട്. ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. ഇവിടെ ജീവജാലങ്ങളുണ്ട്. ഒരു ലോകത്തിന്റെ പ്രസിദ്ധമായ ഒരു സൂവിൽ കാണപ്പെടുന്ന എല്ലാ മൃഗങ്ങളും അന്ന് ബഗ്ദാദിലെ കൊട്ടാരത്തിലുണ്ടെന്നാണ്. മനോഹരമായ പഴത്തോട്ടങ്ങൾ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്. അന്ന് പറയും, ഒരു കൊട്ടയിടത്ത് നടന്നു പോയാൽ പറിക്കേണ്ട കാര്യമില്ല. മരത്തിനടിയിലൂടെ, വൃക്ഷങ്ങൾക്കടിയിലൂടെ ഒരു കാലി കൊട്ട പിടിച്ച് നടന്ന് ഒരു റൗണ്ട് പൂർത്തിയായാൽ ഒരാൾക്ക് തിന്നാവുന്നതിലും ധാരാളം ആ കൊട്ടയിൽ വീണ് കാണും. അത്രയും പഴവർഗ്ഗങ്ങളുള്ള ഇഷ്ടംപോലെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന അലി ഇബ്നുൽ മഅ്മൂൻ ഒന്ന് മാത്രം കിട്ടാതെ ദാഹിക്കുകയായിരുന്നു: മനസ്സമാധാനം. വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? വമൻ അഅറള അൻ ദിക്രി, എന്നെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ആരെങ്കിലും മുഖം തിരിച്ചു കളഞ്ഞാൽ, എന്നെ ഓർക്കാതെ രാവിലെ വൈകുന്നേരം പ്രഭാതമാകുമ്പോൾ അത് കാറു സ്വബാഹ് ചൊല്ലേണ്ടതുണ്ട്. വൈകുന്നേരമാകുമ്പോൾ അത് കാറുൽ മസാ, വൈകുന്നേരം ചൊല്ലേണ്ട കുർത്തുകളുണ്ട്. എല്ലാ അന്നം വായിലേക്ക് ചെല്ലുമ്പോഴും ദിക്റുണ്ട്. വിസർജ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ ദിക്റ് ചൊല്ലേണ്ടതുണ്ട്. ഭവനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതാണ് ചൊല്ലുന്നത്. വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ദിക്റുണ്ട്. ശയിക്കാൻ കിടക്കുമ്പോൾ ദിക്റുണ്ട്. കണ്ണു തുറന്ന് ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി, പടച്ചവനെ, എന്റെ ആത്മാവ് തിരിച്ചു തന്നവനെ നിനക്ക് നന്ദി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഒരുപാട് ദിക്റുകളുണ്ടല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ചു ഉറങ്ങുന്നവരെ ദിക്റുകളുണ്ടല്ലോ. വമൻ അഅറള അൻ ദിക്രി, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബിൻത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളോട്, നബിയെ, കൈകളിൽ വ്രണങ്ങൾ വന്നു നബിയെ, ആസുകല്ലിൽ ഉരച്ചിട്ട് ഗ്രൈൻഡർ കൊണ്ട് കൈ വർക്ക് ചെയ്തിട്ട് കൈകളിൽ നബിയെ ബ്ലിസ്റ്ററുകളാണ്, മുറിവാണ്, മുഴകളാണ് നബിയെ, മുറിവുണ്ട്, പ്രയാസമുണ്ട്, എനിക്കൊരു വേലക്കാരി പെണ്ണിനെ അങ്ങ് ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അലാ അദുല്ലുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി, അലിയെ, ഫാത്തിമ, നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു വേലക്കാരനെക്കാളും നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസമുണ്ടാകാൻ നല്ലൊരു പണി ഞാൻ പറഞ്ഞു തരട്ടെയോ?
റദീനാ ബിറസൂലില്ലാഹി ഹംദാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് പൊരുത്തമാണ്. ഇദാ അതൈതുമാ മദ്ജഅകുമാ ഫാത്തിമ അലി, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ ചെന്നാൽ, നിങ്ങളുടെ ശരീരഭാഗം ബെഡിൽ കിടത്തി വെച്ചാൽ ഫഖൂലാ, നിങ്ങൾ പറയണേ രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലണേ. ഫസബ്ബിഹ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം. വഹ്മിദാ 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം. വകബ്ബിറാ 34 തവണ അല്ലാഹു അക്ബർ. അത് ചൊല്ലിയാൽ മോളെ, അല്ലാഹു നിങ്ങൾക്ക് ശരീരത്തിന് ആശ്വാസം തരും. നിങ്ങൾ ചോദിച്ച വേലക്കാരിയെക്കാളും ഖൈർ അതാണ് എന്ന് സ്വന്തം മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം മുഴുവനും സൃഷ്ടാവായ ജീവൻ തന്ന ശരീരം പടച്ചവനായ ഈ ലോകത്തിന്റെ രക്ഷിതാവ്, രാവും പകലും പടച്ചവൻ, അസ്തമയവും ഉദയവും സാധിപ്പിക്കുന്നവൻ. നമ്മൾ ഇരുട്ടിലാണ്, ആർക്ക് വെളിച്ചം തരാൻ കഴിയും? സൂര്യനെ ആർക്ക് പിടിച്ച് നമുക്ക് ഉയർത്തിത്തരാൻ കഴിയും? ഭൂമിയെ ആർക്ക് കറക്കാൻ കഴിയും? അതിന്റെ ഓൺ ആക്സിസിൽ ഭൂമി കറങ്ങുന്നുവെന്ന് പറയുമ്പോഴും ആരാണ് ആ കറക്കുന്നത്? സർവേശ്വരനായ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ആ തമ്പുരാനോടുള്ള നിരന്തരമായ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്. അലി ഇബ്നുൽ മഅ്മൂനിന് ലഭിക്കാതെ പോയ നിധിയും എല്ലാ ആഡംബരങ്ങളും ഉണ്ടായിരിക്കെ സമാധാനം മാത്രം ഉണ്ടായില്ല. ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല. നമ്മൾ ഓരോരുത്തർക്കും സമാധാനം ഉണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല. പിന്നെയോ അലാ, അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയണം, വിശ്വാസികൾക്ക് അറിയണം. അലാ, അറിയണം, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത്, പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മനസ്സമാധാനമുണ്ട്, ടെൻഷനില്ലല്ലോ. അലാ ബിദിക്രില്ലാ, പ്രായമായ രണ്ട് കൺപോളകളും കണ്ണുകളിലേക്ക് ചാന്നിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്ന് അല്ലാഹു സ്വീകരിക്കുമോ? ഹബീബായ നബി ഞങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായി മനുഷ്യൻ നിബിതങ്ങളോടൊരു കാര്യം പറഞ്ഞു, നബിയേ, ഖദ് കഫറത് അലയ്യ ശആഇറുൽ ഇസ്ലാം, ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയേ, എനിക്ക് എല്ലാം കൊണ്ടു നടക്കാൻ കഴിയില്ല. ഫദുല്ലനി അലാ അമലിൻ അതശബ്ബതു ബിഹി ഹത്താ അൽഖല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരേക്കും കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരും നബിയെ. ഒന്ന്, എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത്. ഒരുപാട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും എന്നെ കൊണ്ട് എനിക്ക് കഴിയില്ല. പ്രായമായി നബിയെ, പ്രായമായി, ഒരു കാര്യം പറഞ്ഞു തരൂ, ഒന്ന്, ഞാനത് കൊണ്ടു നടക്കാം. ആ മനുഷ്യനോടാണ് ഹബീബാൻ പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. പ്രായമായില്ലേ, ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം, അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം. രക്ഷിതാവായ റബ്ബിനെ കാണാൻ നേരമായി, ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകാനായി എന്ന മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നര എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം. പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത്, കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത് നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ജീവിതത്തിൽ ദിക്ർ എന്താണെന്ന് അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂൻ സുഖാസ്വാദനങ്ങളല്ലാതെ, ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല ജീവിതത്തിൽ. ഖുർആൻ അത്തരക്കാരെ കുറിച്ചാ പറഞ്ഞത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്നെ ഓർക്കാതെ നടക്കുന്നവരെ, അവർ ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും. സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരെ, പോയി കഴിഞ്ഞവരെ, കാനഡയും ബ്രസീലും സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടു. പിന്നെ ലോകത്തിന് എന്താ ബാക്കിയുള്ളത്? കറങ്ങേണ്ടതെല്ലാം കറങ്ങി. ലഭ്യമായ കള്ളുകളും
വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു, വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സമാധാനം കിട്ടുമോ അവർക്ക്? എവിടെ നിന്ന് കിട്ടാനാണ്? ശരീരം പിന്നെയും ദാഹിക്കുകയാണ്. ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ്. തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല, അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പു തിന്നുന്നവനെ പോലെ. ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം, അവൾ മാറി വേറൊരാൾ വേണം, അവൾ കഴിഞ്ഞാൽ വേറൊരു വേണം. ഇങ്ങനെ നിരന്തരമായ ആർത്തി പോളുന്ന ശരീരമാണ് മനുഷ്യ ശരീരം. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. വിശുദ്ധ ഖുർആൻ ഈ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടവരാണ് നമ്മൾ. ഖുർആൻ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന് തെന്നി മാറി ജീവിക്കുന്നവർ, ആ ആളുകൾക്ക് ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുള്ളത്. അവർ കൊട്ടാരം പണിതിരിക്കാം, അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരന്തരമായി നിൽക്കുന്നുണ്ടാകാം, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദിക്റില്ല. ആ വീട്ടിൽ യാസീൻ ഓതപ്പെടാറില്ല. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല, അവിടെ അല്ലാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല, മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല. ഭൗതികമായ എല്ലാം അവിടെയുണ്ട്. ഇത്തരം ആളുകൾക്ക് എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ്. മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ. അല്ലാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കാൻ. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ സന്തുഷ്ടരല്ല. അവർ ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. അതിവിടെയാണ് കിട്ടുന്നത്. നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ, ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യഷാപ്പുകളിൽ കയറിറങ്ങുന്നത്. അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത്. അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത്. ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിലെ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ? അലി ഇബ്നു മഅ്മൂൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കുകയാണ്. ഒരുപാട് ആളുകൾ തോണി കടന്ന് സൂക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. ആ മനുഷ്യനെ നാളുകളായി അലി ഇബ്നു മഅ്മൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ആളുകളുടെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഹമ്മാലായ ഒരു മനുഷ്യൻ, ജനങ്ങളുടെ ചുമട് ചുമക്കുന്ന ഒരാൾ. ടൈഗ്രീസ് നദിയിൽ തോണിയിൽ വരുന്ന ചാക്കുകൾ തോളിലെടുത്ത് അദ്ദേഹം സൂക്കിലേക്ക് നടന്നു വരുന്നു. ആ സാധാരണക്കാരന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടു, നല്ലൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു പ്രഭ. ആ മനുഷ്യനെ ശരിക്കും മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ, ഇനി അദ്ദേഹം ജീവിതം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മഹാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ടൈഗ്രീസിന്റെ നദീതീരത്ത് നിന്ന് ചുമടെടുത്ത് പ്രസന്നനായ മുഖവുമായി വരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യന്റെ മുഖത്തെ പ്രഭ കണ്ടപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ ചിന്തിച്ചു, എനിക്ക് ഈ സുഖലോലുപതയിൽ ലഭ്യമാവാത്തത് എന്തോ ഒരു വിധി ഈ മനുഷ്യൻ ലഭിച്ചിട്ടുണ്ടല്ലോ. നിസ്കാരത്തിന്റെ നേരമാകുമ്പോൾ അദ്ദേഹം ചാക്കുകൾ താഴെ വെച്ച് അദ്ദേഹം ഹിജ്റായിലേക്ക് ടൈഗ്രീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉദു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബുൽ അർളി വസ്സമാവാ, ആകാശലോകങ്ങളുടെ രക്ഷിതാവിനോട് എന്തൊക്കെയോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ഖുബ്സ് എടുത്ത് ഒരു ഖുബ്സ് വാങ്ങിക്കാനുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉച്ചനേരം വരെ അദ്ദേഹം ആളുകളുടെ ചുമടുകൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങാടിയിൽ വരും, ദിജ്ലയിലേക്ക് ചെല്ലും, തിരിച്ചു വരും, തിരിച്ചു പോകും. ഉച്ചനേരം ശ്രദ്ധിച്ചു അലി ഇബ്നുൽ മഅ്മൂൻ. തിരക്കുകൾക്കിടയിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനാണ് അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹിദായത്തിന് കാരണമാകുന്നത്. ഒരു ദിർഹത്തിന് അദ്ദേഹം ഒരു റൊട്ടി വാങ്ങിക്കുന്നു. ആ റൊട്ടിയും കൊണ്ട് അദ്ദേഹം ദിജ്ലയിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ദിജ്ലായുടെ ടൈഗ്രീസിന്റെ കരയിൽ നിന്ന് ആ വെള്ളത്തിൽ റൊട്ടി മുക്കിയതിനെ മയപ്പെടുത്തി ദിജ്ലയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ഈ നനഞ്ഞ റൊട്ടി കടിച്ചു തിന്നുകയും ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരൽപ്പം ഉറങ്ങുന്നു. നല്ല ഒരു ഉറക്കം. 1 മണിക്കൂർ നേരത്തെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി ചുമട് പിടിക്കലാണ്, ആളുകളുടെ ഭാരം ചുമക്കലാണ്. അധ്വാനമാണ്, അധ്വാനമാണ്, നോക്കുകയല്ല, പണിയെടുക്കാൻ. തോളിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നടന്ന് അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കഴിഞ്ഞ് മഗ്രിബാകുമ്പോൾ ഒരു റൊട്ടിയും വാങ്ങിച്ചിട്ട് അദ്ദേഹം ദിജ്ലയും കടന്ന് അക്കരെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു അലി ഇബ്നുൽ മഅ്മൂൻ. നാളുകളായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ ദിനചര്യ ഒരേപോലെ. അലി ഇബ്നുൽ മഅ്മൂന് കൗതുകമായി ആ മനുഷ്യനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിലെ തന്റെ സൈന്യത്തിൽ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ വരാന്തയിൽ നിന്ന് പിറ്റേന്ന് വന്ന ആ മനുഷ്യൻ ദിവസങ്ങളായി അയാൾ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ്. കാണിച്ചു കൊടുക്കുന്നുണ്ടോ? അയാൾ
ആ മനുഷ്യനെ നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഉത്തരവ് നടക്കുന്നു. ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ അറിയില്ല, ആ മധ്യവയസ്കനായ സാധാരണക്കാരൻ അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂനിനെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. മഅ്മൂനിന് ഒരു മകനുണ്ട്, ആ മകനാണ് ഇനി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ആ മകനെ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ. കൊട്ടാരത്തിലേക്ക് എങ്ങനെ വരാനാണ്? ആ മനുഷ്യനെ ചെന്ന് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാലീ വലിജുനൂദി ബനിൽ അബ്ബാസ്, അബ്ബാസികളായ ഭരണാധികാരികൾക്കും എനിക്കും എന്ത് വേണം? ഞാനൊരു കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനല്ലേ? ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നെന്തിനു വിളിക്കണം? ഞാൻ എന്തിനു പോകണം? എന്നെ എന്തിനു വിളിക്കണം? അവര് പറഞ്ഞു, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണമെന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളുണ്ട്. പടച്ചവനെ, എന്നെ ദ്രോഹിക്കാനാകുമോ ഇയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും മുഅ്മിനായ ഏതൊരാളിന്റെയും ഏറ്റവും വലിയ ആയുധം ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മളോട് അന്യായം ചെയ്യുന്ന, ദുൽമ ചെയ്യുന്ന ഏതൊരാൾക്കെതിരെയും ഹസ്ബുനല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുതന്ത്രങ്ങൾ തകർന്നടിയാൻ ഈ ദിക്റിന് സാധിക്കും. അല്ലാഹുവിന്റെ വലിയൊരു ഫضലാണ്. ഇത് സത്യവിശ്വാസികളുടെ ആയുധമാണ് ഈ ദിക്ർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിച്ചാലും ഹസ്ബുനല്ലാഹു കൊണ്ട് തടുക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഈ ഉമ്മത്തിലെ സ്വഹാബികളുടെ കാലശേഷം താബിഈങ്ങളിൽ ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ പോലെ തീയിലേക്ക് എറിയപ്പെട്ട് എന്നാൽ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അല്ലാഹു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പായി മാറാൻ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഈയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവനെ യമനിൽ നിന്ന് സൻആയിൽ വെച്ച് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്ക് എറിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരു രോമത്തിന് പൂറലേൽക്കാതെ ഒന്നുമേൽക്കാതെ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട താബിഈയായ പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من فعل به ما فعل بإبراهيم عليه السلام. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അല്ലാഹുവിന്റെ അത്ഭുതം കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം തന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നമുക്ക് തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ബനിൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ അസ്സദ്ദീഖ ബിൻതു സിദ്ദീഖ് ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹദിയായവർ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോൾ മാല തെരഞ്ഞു നോക്കുന്ന നേരം കൊണ്ട് യാത്രാസംഘം യാത്രയായപ്പോൾ ആ ഒറ്റക്ക് മരുഭൂമിയിൽ ഒറ്റക്കൊരു പാറക്കല്ലിൽ ഇരിക്കുമ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പെറുക്കിയെടുക്കാൻ നിബിതങ്ങൾ നിയമിച്ച സ്വഹാബി സൈന്യത്തിന്റെ പിന്നാലെ വരുമ്പോൾ നേരം വെളുക്കാൻ നേരമാകുമ്പോൾ സുബ്ഹി വാങ്കിന്റെ നേരമാകുന്നതിന് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെടുകയോ എന്ന വേദനയോടെ ഇസ്തിർജാ ചൊല്ലി സഫ്വാൻ ഇബ്നു മുഅത്തിൽ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഒട്ടകം താഴ്ത്തി കൊടുത്തു. അവരൊന്നും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു അന്യ പുരുഷന്റെ കൂടെ മരുഭൂമിയിൽ നിന്ന് വഴി കാണാൻ വേണ്ടി എനിക്ക് ഒരു പുരുഷൻ എന്റെ ഒട്ടകത്തിന്റെ കയർ പിടിക്കുകയും ഒട്ടകപ്പുറത്ത് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യുകയും ചെയ്യേണ്ട ആ അവസരം വന്നപ്പോൾ മാദാ ഖുൽതി യാ ഉമ്മാ, ഞങ്ങളുടെ ഉമ്മ നിങ്ങൾ എന്താണ് ചൊല്ലിയത് എന്ന് അസ്മാ ബീവിയുടെ മക്കൾ ജ്യേഷ്ഠത്തിയുടെ മക്കൾ വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്. മഹദി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ആ അല്ലാഹുവിനെ ഞാൻ എന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്നു. ആ ദിക്റിന്റെ ബലത്തിലാണ് സാധുവായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ യാത്ര മദീനയിലേക്ക് കടന്നു വരുന്നത്. അതിൽ പിന്നെയാണ് അല്ലാഹു ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് വിശുദ്ധ ഖുർആനിലെ 11ഓളം ആയത്തുകളിലൂടെ ആ മഹദി
സുരക്ഷയാണ്. ആ മഹദി ഏറ്റവും പതിപ്രതയുള്ള ചാരിത്രമുള്ള ശുദ്ധിയുള്ളവരാണ് എന്ന് ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ ഓതുന്ന വിധത്തിൽ ആയത്തുകൾ ഖുർആനിൽ ഇറക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ സംരക്ഷണം വരാൻ ആ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീലിന് കാരണമായിട്ടുണ്ട്. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ തങ്ങളുടെ മുമ്പിലേക്ക് അന്ന് അലി ഇബ്നുൽ മഅ്മൂൻ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ജീവിതത്തിന്റെ സർവ്വ ആഡംബരങ്ങളും അനുഭവിക്കണമെന്ന് കൊതിയൂറി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് റബ്ബേ എന്നെ വിളിപ്പിക്കുമ്പോ പടച്ചവനെ അയാൾ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് സാധുവായ ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ ഹമ്മാലി പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരൻ മുഖവെളിച്ചമുണ്ടായിരുന്ന ആ സാധു മനുഷ്യൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. അമീർ ചോദിക്കുന്നു, അവിടുത്തെ അമീർ ക്രൗൺ പ്രിൻസ് അമീർ ചോദിച്ചു, അലാ തഅരിഫുനി, ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലയോ? അയാളുടെ മറുപടി, നിങ്ങളെ കണ്ടെങ്കിലല്ലേ എനിക്കറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. മാ റഅയ്തുക ഹത്താ അഅരിഫക, കണ്ടാലല്ലേ അറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അന ഇബ്നുൽ ഖലീഫ, ഞാൻ ഖലീഫ മഅ്മൂനിന്റെ മകനാണ്. അമീറിനെ കൊലപ്പെടുത്തി അധികാരമേറ്റെടുത്ത മഅ്മൂൻ, ആ മഅ്മൂനിന്റെ മകനാണ് അലി ഇബ്നുൽ മഅ്മൂൻ എന്ന ഖലീഫയുടെ മകനാണ് ഞാൻ, ക്രൗൺ പ്രിൻസ് ആണ് ഞാൻ. ഇയാൾ പറഞ്ഞു, യഖൂലൂന ദാലിക്, ആ ആളുകൾ പറയുന്നുണ്ട് ഖലീഫയ്ക്ക് ഒരു മകനുണ്ടെന്നും ആ മകനാണ് ഇനിയുള്ള അമീർ എന്നും പറയുന്നുണ്ട്, അത് നിങ്ങളാണല്ലേ? ഈ സാധാരണക്കാരനോട് ഒരു സംഭാഷണം നടക്കുന്നു. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? പറഞ്ഞു, അഅമലു മഅ ഇബാദില്ലാഹി ഫീ ബിലാദില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ അടിമകളോടൊപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോ അലി ഇബ്നുൽ മഅ്മൂൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നാളുകളായി ഞാൻ നിങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ മുഖത്ത് ഞാൻ മറ്റെവിടെയും കാണാത്തൊരു മുഖവെളിച്ചം കാണുന്നുണ്ട്, ഒരു പ്രഭ കാണുന്നുണ്ട്. അത് ഈമാനിന്റെ പ്രഭയാണ്. മുഅ്മിനീങ്ങൾക്കത് കാണാൻ കഴിയും. മഹാനായ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ തങ്ങൾ എന്ന കൊച്ചുകുട്ടിയായിരുന്ന ഇമാം ശാഫിഈ തങ്ങളോട് മദീനയിൽ വന്ന് ഇമാം മാലിക് തങ്ങളുടെ അടുത്ത് വന്ന് ഹദീസ് പഠിക്കാൻ വന്നപ്പോ മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ഗുലാം, അല്ലയോ കൊച്ചുമോനെ, ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ വലാ തുത്ഫിഹാ ബിദുൽമത്തിൽ മഅസിയ, മോനെ നിന്റെ മുഖത്ത് ഞാൻ ഒരു പ്രകാശം കാണുന്നുണ്ട്, ആ പ്രകാശം പാപകറകളാൽ നിങ്ങൾ കരിച്ചു കളയരുതേ. തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം കാണും. തിന്മകൾക്ക് അടിമകളായ ആളുകളെ, തെറ്റുകൾ നിരന്തരം കാണുന്നവരെ, തിന്മകൾക്ക് വേണ്ടി അഡിക്റ്റുകളായി മാറിയവരെ, അവരെന്തെല്ലാം മേക്കപ്പ് ചെയ്താലും മുഖത്തൊരു കറുപ്പ് പ്രകടമാകും. അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ ഫിറാസത്തിന്റെ വെളിച്ചത്തിൽ അവർക്കത് മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും, മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മദീന പള്ളിയുടെ ജുമുഅ ഖുതുബ നടക്കുമ്പോൾ പള്ളിയിലേക്ക് അവസാനം കടന്നു വന്ന ഒരു സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയില്ലേ, അയദ്ഖുലു അഹദുനാ അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അസറു സിനാ, വ്യഭിചാരത്തിന്റെ അടയാളവും കണ്ണിൽ വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ കയറിയിരിക്കുകയാണോ? ആ സ്വഹാബി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. മഹാനവറുകൾ ചോദിച്ചു, അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന് ശേഷം ഇവിടെ വഹയി വരുന്നുണ്ടോ? മദീനയുടെ തെരുവുകളിലൂടെ ജുമുഅക്ക് വേണ്ടി ഞാൻ നടന്നു വരുമ്പോ എന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. ഒരു കാറ്റടിച്ചപ്പോ ശരീര സൗന്ദര്യമുള്ള നല്ല നിറമുള്ള ഒരു പെണ്ണ്, അവിടെ കാലിലെ വസ്ത്രമുയരുകയും കാലിലെ പാദസരം എന്റെ കണ്ണിൽ പെടുകയും ഞാൻ അതൊന്ന് നോക്കി ആസ്വദിക്കുകയും ചെയ്ത് എനിക്ക് ജുമുഅക്ക് വരുന്ന ഓട്ടത്തിനിടയിൽ ഓർമ്മ വന്നില്ല ഒരു അസ്തഗ്ഫിറുല്ലാഹും ഇസ്തിഗ്ഫാറും പറഞ്ഞു വരാൻ. ആ കണ്ട കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റാണ്. ആ തെരുവിൽ നടന്ന സംഭവം മദീനയിലെ മിമ്പറിൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഖലീഫ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖൽബിന്റെ വെളിച്ചത്തിലൂടെ ആ മനുഷ്യൻ ദൂരെ കയറി വന്നിരുന്നപ്പോഴേ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി നിങ്ങൾ കയറിയിരിക്കുകയാണോ? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷങ്ങളായി? ഇപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങാടിയിൽ നടക്കുന്നത് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പോലെ, ലോകത്തെവിടെയെങ്കിലും നടക്കുന്നത് ഹബീബിന് വഹി കിട്ടുമായിരുന്നത് പോലെ, ഉസ്മാനെ നിങ്ങൾക്ക് വഹയുണ്ടോ എന്ന് ആ സ്വഹാബി ചോദിച്ചുപോയി. അതിന് മറുപടി പറഞ്ഞു ഉസ്മാൻ തങ്ങൾ, ലാ, ഇത് വഹയല്ല, ജിബ്രീൽ തങ്ങൾ പറഞ്ഞു തരുന്നതല്ല. ഇന്നഹാ ഫിറാസ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയലാണ്. ഇത്തഖൂ ഫിറാസതൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനെ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പിലും നമ്മുടെ തിന്മകളെ മറച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയുമോ?
പടച്ചവന്റെ മലക്കുകൾ വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹുവിന്റെ മാലാഖമാർ റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും അറിയാതെ ഒരു വാക്ക് പോലും ഉരുവിടാൻ മനുഷ്യന് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആരെയാ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത്? ആരെയാ നമ്മൾ കൽപ്പിക്കുന്നത്? ആരെയാ നമ്മൾ കബളിപ്പിക്കുന്നത്? പാപങ്ങൾക്കൊരു ഉന്മത്തുണ്ട്, പാപങ്ങൾക്കൊരു ഇരുട്ടുണ്ട്. ആ ഇരുട്ട് മനുഷ്യന്റെ മുഖത്ത് പ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസ്താദ് മഹാനായ അല്ലാമ വഖീഉ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, മോനെ ഓർമ്മക്കുറവ് വരുന്നത് പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, തെറ്റുകൾ ചെയ്യാതിരിക്കണം മോനെ എന്ന് തിൽമീദായ മുതഅല്ലിമായ ഇമാം ഷാഫിഈ തങ്ങളോട് പറഞ്ഞ വചനം എത്ര പ്രശസ്തമാണ്. ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി وقال العلم نور الله حقا ونور الله لا يعطى لعاصي شكوت إلى وكيع. ഞാൻ എന്റെ ഗുരുനാഥൻ വഖീഉ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. എന്ത്? സൂഅ ഹിഫ്ളി, ഓർമ്മക്കുറവുണ്ട്, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഫഅർശദനി ഇലാ തർക്കിൽ മആസി, എന്നോട് പറഞ്ഞു മോനെ ഷാഫിഈ നിങ്ങൾ കണ്ണ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ അനിവാര്യമായത് കണ്ണ് സൂക്ഷിക്കലാണ്. മൊബൈൽ ഫോണുകളുടെ ഡാറ്റ കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന അപകടങ്ങൾ, തിന്മകൾ, എല്ലാ നന്മകളും ചെയ്യുന്ന ആളുകൾക്ക് അനാവശ്യമായത് കാണാതിരിക്കാൻ, കാണാതെ ഒരു ദിവസം കഴിയാൻ കഴിയാത്ത ആളുകൾ. അവർ നിസ്കാരമുള്ളവരാണ്, അവർ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്. എന്നിട്ട് പോലും മോശമായത് വീഡിയോകൾ കണ്ണുകൊണ്ട് കാണാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അഡിക്ഷൻ വന്നുപോയ കാലം. ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണെന്നാണ് കണക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടമാണിത്! ഈ ഉമ്മത്തിന് വന്ന ദുരന്തമാണിത്. ഉമ്മത്തിന് വന്ന ദുരന്തം. സ്ത്രീകൾക്ക് അടിമകളായി സ്വന്തം ഭാര്യയെ പോലും നോക്കാതെ, മക്കളോട് പോലും ഒന്ന് സ്നേഹം കാണിക്കാൻ കഴിയാതെ, മനുഷ്യൻ ചിത്രങ്ങൾക്കടിമയായി സ്വന്തം ശരീരത്തിന്റെ വൈകാരികതയെ ഉണർത്താൻ വേണ്ടി ഒരുതരം പൈശാചികത പേറി നടന്ന് പാപങ്ങളിൽ കുളിച്ചു കഴിയുന്ന ആളുകൾക്ക് അവരുടെ മനസ്സുകൾ എന്നും ഇടുങ്ങിയതാണ്. ആ മനസ്സിന് സമാധാനം ഉണ്ടാവില്ലെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ ആളുകളുടെ മുഖങ്ങളിൽ കറുപ്പ് നിറം വരും. അവരുടെ ഹൃദയങ്ങൾക്ക് റൈൻ എന്ന് പറയുന്ന കറപാടിക്കും. അത് മുഖങ്ങളിൽ കാണപ്പെടും. അത് സത്യവിശ്വാസികൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്ന് മുഅ്മിനീങ്ങളെ പേടിക്കണം, മറ്റൊന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ പേടിക്കണം. റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസല്ലേ? അതിനപ്പുറം അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാം അറിയുന്നവനായ റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? ഇമാം ഷാഫിഈ തങ്ങളോട് മാലികി തങ്ങൾ പറഞ്ഞ വാക്കതാണ്, മോനെ നിങ്ങളുടെ മുഖത്ത് ഞാൻ നല്ലൊരു തെളിവ് കാണുന്നുണ്ട്. ആ മുഖത്തിന്റെ പ്രഭ പാപങ്ങൾ ചെയ്തുകൊണ്ട് കരിച്ചു കളയല്ലേ എന്ന് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അലാ തഅരിഫുനി, ദിജ്ലയിലെ വള്ളങ്ങളിൽ വരുന്ന ചാക്കെടുത്ത് തോളിൽ വെച്ച് നടന്നു പോകുന്ന ആ മധ്യവയസ്കനോട് അലി ഇബ്നുൽ മഅ്മൂന്റെ ചോദ്യം, എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്കറിയാം? ഞാൻ ഇബ്നുൽ ഖലീഫ, ഞാൻ ഇവിടുത്തെ ക്രൗൺ പ്രിൻസാണ്. ഓ, ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ജോലി? ഞാൻ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജോലി ചെയ്യാൻ. അപ്പോ അലി ഇബ്നുൽ മഅ്മൂന്റെ ചോദ്യം, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രയാസമുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണ്ടേ? ചോദിച്ചു, എങ്ങനെ? നിങ്ങൾ എനിക്ക് എന്ത് ആശ്വാസം തരാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുഖവെളിച്ചം കണ്ടപ്പോ, നിങ്ങളുടെ മുഖത്തെ പ്രസന്നത കണ്ടപ്പോ എനിക്ക് നിങ്ങളെ എന്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യ മാതാപിതാക്കളെയും എന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നോളൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം എന്റെ കൊട്ടാരത്തിൽ ഞാൻ തയ്യാറ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ജോലിക്കും ഇനി നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ ഭക്ഷണം ഞാൻ തരാം. ഇനി ചുമന്ന് നടന്ന് നിങ്ങൾ അധ്വാനിച്ച് വിഷമിക്കരുത്, നിങ്ങൾക്ക് വേണ്ടതെന്തോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് വലിയൊരു ഓഫർ നൽകുന്നു അലി ഇബ്നുൽ മഅ്മൂൻ. നമ്മളാണെങ്കിൽ എന്താ പറയാ? ആയിക്കോട്ടെ, നമ്മൾ വലിയ ഓഫർ ഗൾഫിൽ ജോലി തരാന്ന കാര്യം പറയാല്ലേ, അതെങ്കിലത് തിരക്കേടില്ല. അലി ഇബ്നുൽ മഅ്മൂൻ ഇത് ചോദിച്ചപ്പോ അലി ഇബ്നുൽ മഅ്മൂനിനോട് ആ സാധുവായ സാധാരണക്കാരനായ മധ്യവയസ്കനായ ഒരു പാവം മനുഷ്യന്റെ മറുപടി വന്നു, യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനെ, ലാ ഹം അലാ മൻ ലം യുദ്നിബ്. അല്ലാഹ്, ഇതൊരു വല്ലാത്ത വാക്കാണ്. ഈ നിധിയാണ് രാജകുമാരന് ടൈഗ്രീസിന്റെ തീരത്ത് നിന്ന് കിട്ടുന്ന നിധി. നമ്മുടെ വിഷയം ഇതാണ്, ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിന്ന് കണ്ടുകിട്ടിയ നിധി. ആ നിധിയാണ് ഈ പറയുന്ന വാക്കുകൾ. ഇത് ഖലീഫയുടെ മകൻ അറിയില്ലായിരുന്നു. യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനെ,
എന്റെ വിഷമവും എന്റെ സങ്കടവും കണ്ട് എനിക്ക് ആശ്വാസം തരാൻ കൊട്ടാരത്തിൽ താമസം തരാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഖലീഫയുടെ മകനെ, നിങ്ങൾക്കറിയുമോ, ലാഹം അലാ മൻ ലം യുദ്നിബ്, പാപങ്ങൾ ചെയ്യാത്തവർക്ക് ടെൻഷനില്ലല്ലോ. വലാ ഗമ്മ അലാ മൻ ലം യഅസി, അല്ലാഹുവിനെ ധിക്കാരം ചെയ്യാത്തവർക്ക്, റബ്ബിനെ ധിക്കരിക്കാത്തവർക്ക് ഒരു സങ്കടവുമില്ലല്ലോ. വലാ ഹുസന അലാ മൻ ലം യുസിഅ, അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് വ്യസനമില്ല, ദുഃഖമില്ല, സങ്കടമില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? ഞാൻ സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാവിലെയും വൈകുന്നേരവും പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവര്, നേരം വെളുത്താൽ മയക്കുമരുന്നിന്റെ ഗുളിക കുടിക്കണം, അവനതിന്റെ സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കള്ളു കുടിക്കണം. വൈകുന്നേരമാകുമ്പോൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ നടക്കാൻ അവൻ ഇത് വേണം. രാവിലെയും വൈകുന്നേരവും ഡ്രഗ് അടിച്ച് നടക്കുന്ന മനുഷ്യൻ അവന് രാവ് പകലെത്തിയോണം അവന് ടെൻഷനാണ്, അവന് ബുദ്ധിമുട്ടാണ്, അവന്റെ സങ്കടമാണ്. അവന്റെ സങ്കടം ഒരിക്കലും അവന് തീർക്കാൻ കഴിയുന്നില്ല. സങ്കടത്തിന്റെ നടുവിലാണവൻ. മയക്കുമരുന്ന് അടിക്കുമ്പോൾ അവൻ ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. നല്ല പകലിലെ വെളിച്ചം കണ്ണു മൂടിയിട്ട് പറയുന്നു എനിക്കിപ്പോ ഇരുട്ടാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ന് പറയുന്ന പോലെ സങ്കടത്തിന്റെ നടുക്കടലിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെ മദ്യപിച്ചാൽ, മയക്കുമരുന്നടിച്ചാൽ അവൻ എന്ത് സന്തോഷം. അവന്റെ അല്പനേരത്തെ മയക്കം തീരുന്നവരെയുള്ള തോന്നലല്ലേ അത്. വെളിച്ചത്തിൽ നട്ടുച്ച നേരത്ത് കണ്ണ് ചിമ്മി പിടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇരുട്ടുപോലെ തോന്നുന്നു എന്ന് പറയുന്ന പോലെ അത് അവന് തോന്നലല്ലേ. കണ്ണു തുറന്നാൽ അവൻ വെളിച്ചത്തിലാണ് എന്ന പോലെ. രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഈ കൂലിപ്പണിക്കാരനായ എന്റെ ജീവിതത്തിലില്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് ഓഫർ തരുന്നത്? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഭയങ്കര കൗതുകായി. ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാവോ? പൈസ വേണോന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ദുനിയാവ് തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ്. ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നീ ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന് ജനങ്ങളുടെ കീശയിലേക്ക് കണ്ണും വെച്ച് നടക്കണ്ട. അങ്ങനെയെങ്കിൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അതല്ല, തക്കം കിട്ടിയ എന്തെങ്കിലും എഴുതി കൊടുത്ത്, അപേക്ഷ കൊടുത്ത് വല്ലതും വാങ്ങിക്കണം, എന്തെങ്കിലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പ് വരും. അതല്ലേ യാഥാർത്ഥ്യം. മുത്തനബി ഞങ്ങൾ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പൊന്നുരാജാവേ, അമീറേ, നിങ്ങളുടെ ഈ ഓഫർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ സാധാരണക്കാരൻ, ടൈഗ്രീസിന്റെ ഓരത്ത് കട്ടപ്പാടിന്റെ ജോലി ചെയ്യുന്ന, പൊരിഞ്ഞ വെയിലത്ത് ദാഹാർത്തനായി ചെയ്യുന്ന ഈ മനുഷ്യന്റെ കുടുംബം ആരൊക്കെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉമ്മി അജൂസുൻ കബീറ, ഒരുപാട് പ്രായമുള്ള ഉമ്മയുണ്ട് എനിക്ക്. വഉഖ്തി അംയാഉ ഹസീറ, എന്റെ സഹോദരി കണ്ണു കാണാത്തൊരു സഹോദരിയാണ്. അല്ലാഹ്, നമ്മുടെ സഹോദരിക്ക് അസുഖമായി, എന്റെ പ്രിയപ്പെട്ട, വളരെ എന്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എന്റെ സുഹൃത്ത്, അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിക്ക് സുഖല്ല. അള്ളാഹുവിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. മൂക്കിലൂടെ പൈപ്പ് കൊടുത്ത് ഭക്ഷണം കൊടുക്കുകയാണ്. ആ പൈപ്പ് എടുത്ത് എന്റെ പെങ്ങൾ കിടപ്പ് കിടന്നോട്ടെ. സംസാരിക്കാൻ കഴിയാത്ത പെങ്ങളാണ്, വലിയ അസുഖം വന്ന് കിടക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് രണ്ടുപേരുണ്ട്. ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഉമ്മയും സഹോദരനും, അവർക്ക് വേണ്ടി സഹോദരങ്ങളും ഒക്കെ കുടുംബം ഒന്നാകെ കഷ്ടപ്പെടാണ്, പ്രാർത്ഥനയിലാണ്. ഒന്ന് ആ കുഞ്ഞിനൊരു ആശ്വാസം ഉണ്ടാകാൻ. നല്ല ഒരു യൗവനം കഴിഞ്ഞൊരു സഹോദരിയാണ്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരന്റെ പെങ്ങള് കണ്ണു കാണാത്ത പെങ്ങളാണ്. ഈ മനുഷ്യന്റെ ഉമ്മ പ്രായമായ ഉമ്മയാണ്. രണ്ടുപേർക്കും കാലം മുഴുവനും നോമ്പാണ്. രാവിലെ മുതൽ ഞാൻ ചുമട്ടു ജോലി ചെയ്ത് എന്റെ കാശ്, എന്റെ ജീവിതത്തിന്റെ വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കാശ്, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം എന്റെ പെങ്ങൾക്കും എന്റെ ഉമ്മാക്കും ഒരു റൊട്ടി വാങ്ങുന്നുണ്ട്. ആ റൊട്ടി ഞാൻ കൊണ്ടുപോയാൽ അതിന്റെ പകുതി അവർ കഴിക്കും, നോമ്പ് തുറക്കാൻ പകുതി കൊണ്ട് അവർ അത്താഴം കഴിക്കും. അങ്ങനെ കാലം മുഴുവൻ നോമ്പെടുക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. നോക്കണം, ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു വീട് നമ്മുടെ മഹല്ലിലോ നമ്മുടെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും കാണാൻ കഴിയോ? ഉച്ചഭക്ഷണം അവർക്ക് ഇല്ല, പിന്നെ നോമ്പ് തന്നെ. കണ്ണു കാണാത്ത പെങ്ങള്, പ്രായമായ ഉമ്മ, ഈ ഉമ്മയെയും പെങ്ങളെയും നോക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് കൊട്ടാരത്തിൽ വന്ന് പാർത്തോളൂ എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ ആള്. ഇത് ചരിത്രത്തിൽ അത്ഭുതകരമായ സംഭവമാണ്. ഹിജ്റയുടെ തീരത്ത് നിന്ന് അലിയുൽ മഅ്മൂനിന് നഷ്ടമായ നിധിയാണ്. മനസ്സിന്റെ സന്തോഷം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവമല്ലയോ ഇത്? ഞാൻ അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ്. ഞങ്ങൾ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ താമസം. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ചോദിച്ചു. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്?
ഇദാ നസലൽ ഹയ്യുൽ ഖയ്യൂം ഇല സമാഇ ദുനിയാ, കാരുണ്യവാനായ ഉടമസ്ഥനായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് നുസൂലൻ യലീഖു ബിഹി, അല്ലാഹുവിന്റെ അളമത്തിനോട് യോജിക്കുന്ന വിധം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഇറക്കം ഒന്നാം ആകാശത്തേക്ക് അവൻ ഇറങ്ങി വരുന്ന നേരത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സുലുസുൽ ലൈൽ, രാത്രിയുടെ 2/3 ഭാഗം കടന്നു കഴിഞ്ഞാൽ, രാത്രിയുടെ 2/3 ഭാഗം കടന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയുടെ 1/3 ബാക്കി നിൽക്കുന്ന നേരം അല്ലാഹു ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് മുമ്പുള്ള നേരം ഏകദേശം നോക്കിയാൽ ഒരു 3 മണി മുതൽ ആ സുബഹി വരെയുള്ള നേരം, ഇന്നത്തെ ടൈമിംഗ് പ്രകാരം ഏകദേശം ഒരു 2.5 മണിക്ക് ശേഷം സുബഹി വരെയുള്ള സമയം അല്ലാഹു ഇറങ്ങി വരും. നുസൂലൻ യലീഖു ബിഹി, അതെങ്ങനെ നമുക്കറിയില്ല. അല്ലാഹുവിന്റെ അളമത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ഇറക്കം അങ്ങനെ പറയും, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരും, അങ്ങനെയൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ആ നേരത്താണ് ഞാൻ ഉണരുന്നത്. നമ്മളങ്ങനെ ഉണരാറുണ്ടോ? നമുക്കങ്ങനെ ഉണരാൻ കഴിയാറുണ്ടോ? ഇഷ്ടംപോലെ അലാറം നമ്മൾ വെക്കുന്നുണ്ട്, ഉണരുന്നില്ല, അതിന്റെ പരാതി. ആ നേരത്തെ ട്രെയിനാണെങ്കിൽ നമ്മൾ എണീറ്റ് ഓടൂലേ? ആ നേരത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ എണീറ്റ് ഓടൂലേ? കുട്ടികൾക്ക് അന്ന് എക്സ്പ്രഷൻ പോകുന്നുണ്ട്, ഉമ്മ 2 മണിക്ക് ബസ് വരുന്ന പറഞ്ഞു 1 മണിക്ക് എന്നെ വിളിക്കണം കേട്ടോ, നമ്മൾ എണീക്കൂലേ? എണീക്കുന്നുണ്ട്. അപ്പൊ എന്താ എണീക്കാത്തത്? സുബഹിക്ക് നമ്മൾ അള്ളാഹുവിന് എത്ര വില കൊടുത്തിട്ടുള്ളൂ തന്നെ. ഒമാ ഖദറുല്ലാഹു ഹഖ്ക ഖദരി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ കുട്ടികളിൽ നിന്ന് വിചാരിച്ചത്. നമുക്കൊരു ചെറിയ വീട് വെച്ച് തന്നാൾ, ഒരു വിസ തന്നാൾ, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്താൾ നമ്മൾ എത്ര നന്ദിയോടെ ആ മനുഷ്യനെ കാണുന്നത്. ഈ ജീവിതം നിന്ന് പടച്ച തമ്പുരാനെ നമുക്ക് അത്രേ വിലയുള്ളൂ എന്നല്ല ഇതിന്റെ അർത്ഥം. അള്ളാഹു വിളിക്കുന്നു അസ്സലാത്തു ഖൈറും മിനൻ നൗം. റമദാനിൽ മാത്രം ഇത് കേൾക്കുന്നുണ്ട്, കാരണം അത്താഴത്തിന് എണീക്കേണ്ട സമയം. റമദാൻ കഴിഞ്ഞ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്, നമ്മൾ കേൾക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കേണ്ടവരാണെന്നാണ്. അത് നമ്മൾ ശീലമാക്കിയാൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വല്ലാഹി തുമ്മ വല്ലാഹ്, നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർ പാതിര കഴിഞ്ഞ നേരം ബൈക്കുകളിൽ കറങ്ങി കഞ്ചാവ് അടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും തോന്നിവാസം ചെയ്തും നടന്ന് നമ്മുടെ റോഡരികളിലും അങ്ങാടികളിലും തെരുവോരങ്ങളിലും കറങ്ങി നടക്കുന്ന പരിപാടിക്ക് നിർത്തിയിട്ട് നേരത്തെ കിടന്നുറങ്ങി, ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്, നേരത്തെ പോയി നേരത്തെ എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് wudu എടുത്ത് 2 റക്അത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺമക്കളും നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമെങ്കിൽ വല്ലാഹി തുമ്മ വല്ലാഹ് ഈ ഉമ്മത്തിനെ തൊടാൻ ആർക്കും ധൈര്യം വരില്ല. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്സാരന്മാരായി മാറി, ഇതിന്റെ ശത്രുക്കൾക്ക് നമ്മൾ നിസ്സാരന്മാരാണ്. അതാണ് വിഷയം. അല്ലാതെ നമ്മൾ എന്ത് കോപ്പ് കൂട്ടിയിട്ടും നമ്മുടെ ശക്തി അല്ലാഹുമായുള്ള ബന്ധമാണ്. ആ ശക്തി നമുക്ക് ചോർന്നാൽ നമ്മൾ ആർക്കും സഹായിക്കാൻ കഴിയില്ല. ആ ശക്തി നമുക്കുണ്ടോ? അല്ലാഹു ജല്ല ജലാലുഹു നമ്മോടൊപ്പമാണ്. അല്ലാഹു നമുക്ക് ഖിയാമുൽ ലൈലിന്റെ തൗഫീഖ് നൽകട്ടെ, തഹജ്ജുദിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹസനുൽ ബസ്രിയോട് ഒരാൾ പറഞ്ഞു, ഹസനുൽ ബസ്രി, ഞാൻ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊക്കെ വല്ലാത്ത ആഗ്രഹം, ഞാൻ wudu എടുക്കാനുള്ള വെള്ളം വരെ തയ്യാർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഉണരാൻ പറ്റുന്നില്ല. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ് നിന്നെ ഉണരാതിരിക്കാൻ കാരണമാക്കുന്നത് എന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി, മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സമാധാനം എന്ന നിധിയാണ് നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൽ അലൈക മിൻ ദൈനിൻ, അലി ഇബ്നുൽ മഅ്മൂൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കടവുമുണ്ടോ? ദുനൂബുൻ സലഫത് ബൈനി വബൈനൽ ഹയ്യിൽ ഖയ്യൂം, മനുഷ്യരോട് ഒരു ഇടപാടും ഇനി ബാക്കിയില്ല, പക്ഷേ ഞാനും എന്റെ ഉടമസ്ഥനായ അല്ലാഹുവും തമ്മിൽ ചെയ്തു പോയ പാപക്കറകളുണ്ട്. ഞാൻ മലക്കല്ലല്ലോ, മാലാഖയല്ല, മനുഷ്യൻ എന്ന പേരിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കടമുണ്ട് അല്ലാഹുവിനോടെന്നല്ലാതെ മനുഷ്യരോടൊരു കടവും എനിക്കില്ല. അലാ തുരീദു മഈശതനാ, അലി ഇബ്നുൽ മഅ്മൂൻ നിരാശനായി ചോദിച്ചു. മുഖത്ത് എമ്പാടും വെളിച്ചമുള്ള അധ്വാനത്തിന്റെ തളർച്ച ബാധിച്ച ആ മധ്യവയസ്കനോട് ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ ജീവിക്കാൻ എന്തേ ഇഷ്ടപ്പെടാത്തത്? ലാ വല്ലാഹി, എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? അലി ഇബ്നുൽ മഅ്മൂൻ അന്വേഷിച്ചു നടന്ന നിധി ഇയാൾക്ക് ഹിജ്റയുടെ ഓണങ്ങളിൽ നിന്ന് കിട്ടുകയാണ്. അഖാഫു അൻ യഖ്സുവ ഖൽബി വ അൻ യദീഅ ദീനി, നിങ്ങളുടെ കൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്റെ ഹൃദയം കടുത്തു പോകുമോ, എന്റെ ദീൻ എനിക്ക് നഷ്ടമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്ന് ഈ മനുഷ്യൻ അലി ഇബ്നുൽ മഅ്മൂനിനോട് മറുപടി കൊടുത്തു. തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ സുബ്ഹിക്ക് അറിയാൻ പറ്റുന്നില്ല, സുഖലോലുപത അറിയുമ്പോൾ നിസ്കാരം നഷ്ടമാകുന്നു. എന്നാൽ എവിടെയെങ്കിലും ചുരുണ്ടു മടങ്ങി ഒരല്പനേരത്തെ വിശ്രമം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തഹജ്ജുദ് കിട്ടുന്നുണ്ട്. സുഖലോലുപതയിൽ കഴിയുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ വിഷമം അറിയാൻ കഴിയാതെ ഹൃദയം കടുത്തു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടാകേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. അതിൽ ഏത് മതവിശ്വാസിയും മതമില്ലാത്തവനും പാവപ്പെട്ടവനാണോ അവരെ സഹായിക്കൽ ഈ ഉമ്മത്തിന് ബാധ്യതയാണ്. മഹാനായ നിബിധങ്ങൾ ഈ ഉമ്മത്തിലെ പാവപ്പെട്ട മിസ്കീന്മാരെ കുറിച്ച് പറഞ്ഞു, ഇന്നമാ തുൻസറൂന ബിദുഅഫായിക്കും, നിങ്ങളിൽ പാവപ്പെട്ട ആളുകളുള്ളതിന്റെ പേരിലാണ് അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നത്.
നിങ്ങളിലെ പാവപ്പെട്ടവരുടെ കാരണം കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നത്. എന്നാൽ സുഖലോലുപതയിൽ ഒരു പാവപ്പെട്ടവന്റെ കല്യാണത്തിനും വരില്ല, ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലും കയറില്ല, ഒരു പാവപ്പെട്ടവനെ ചെന്ന് കാണില്ല, പാവപ്പെട്ടവന്റെ പരാതി കേൾക്കാൻ അയാൾക്ക് ഇടമില്ല. അങ്ങനെ നടക്കുന്ന സുഖലോലുപന്മാർ അവരുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അതിനർത്ഥം. പാവപ്പെട്ടവരെ ശ്രമിക്കാൻ അവർക്ക് നേരമില്ലെങ്കിൽ എന്റെ ഹൃദയം കടുത്തുപോകുമോ, എന്റെ ദീനിന്റെ മതബോധം നഷ്ടപ്പെടുമോ എന്നെനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൊട്ടാരം വേണ്ട. അലി ഇബ്നുൽ മഅ്മൂൻ എന്ന സുഖലോലുപനായ ഭരണാധികാരിയുടെ മകൻ ക്രൗൺ പ്രിൻസായിരുന്ന അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണമായ സംഭാഷണമാണിത്. അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചു, അലി ഇബ്നുൽ മഅ്മൂൻ, എന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് പകരം ഈ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് അവശനായി ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കലാണോ നിങ്ങൾക്ക് താല്പര്യം? ഈ വല്ലാഹ്, അത് തന്നെ, അതെ അത് തന്നെ. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ അയാളോട് പറഞ്ഞു, എന്തെങ്കിലും സഹായം വേണമെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ കരുതി, നിങ്ങൾ നിരസിച്ചു. എന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ നിങ്ങൾക്കും കുടുംബത്തിനും താമസം തരാമെന്ന് പറഞ്ഞു, അതും വേണ്ടെന്ന് വെച്ച നിങ്ങളെ ഇനി ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ യാത്ര അയച്ചിറക്കുകയാണ്. തനബ്ബഹൂ യാ റഖൂദു ഇലാ മസാദൽ ജുമൂദു ഫഹാദിഹി الدار തബ്ലാ വമാ അലൈഹാ യബീദു الخير فيها قليل والشر فيها عديد والعمر ينقص فيها والسيئات تزيد فاستكثر الزاد فيها إن الطريق بعيد. ജീവിതത്തിന്റെ അന്ത്യം കഴിഞ്ഞ് പരലോകത്തിന്റെ അനന്തമായ യാത്രയിലേക്ക് യാത്ര തിരിക്കേണ്ട മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അരികത്തേക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോകാൻ ഭക്ഷണമുണ്ടോ കൈകളിൽ? തമ്പുരാന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ എന്തെങ്കിലും ഹദിയകളുണ്ടോ? കൂടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഇബാദത്തുകളുമായി വരുമ്പോൾ നാളെ അള്ളാഹുവിന്റെ അരികത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബാഗിൽ ഒന്നുമില്ലാതെയായി പോകുമോ? നമ്മൾ പേടിക്കണം. കൂടെയുള്ള ആളുകൾ നമ്മൾക്ക് ഒരുപക്ഷെ ഉന്നത സ്ഥാനങ്ങളില്ലാത്തവർ, സാധാരണക്കാരായി ജീവിച്ചവരെ, ആളുകൾക്കിടയിൽ വല്ലാണ്ടങ്ങ് മിംഗിളിംഗായി കഴിയാത്തവര്, പക്ഷെ അവരുടെ നാവ് ദിക്റുണ്ട്, ഖുർആനിന്റെ വിറുതുണ്ട്. കൃത്യമായും ഒരു ഉമ്മയെ കുറിച്ച് ഞാൻ ഇന്ന് കേട്ടു, ആ ഉമ്മ 1000 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലാത്ത ദിനങ്ങളിലത്രേ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സൗഭാഗ്യവതിയാണവര്. മിനിമം 1000 ഒരു ദിവസം സ്വലാത്ത്, അതിലേറെ ചൊല്ലുന്ന ഉമ്മമാര്, ഉപ്പമാര്. അങ്ങനെ കുറെ ആളുകൾ പരലോകത്തേക്ക് വരികയും നമ്മുടെ അരികത്തവരെ നിൽക്കുകയും സ്വർഗത്തിലേക്ക് പോകാൻ അവരെ കാത്തിരിക്കുമ്പോ, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ നമ്മൾ ചോദിക്കുമ്പോ, എന്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ട്, നിങ്ങളോ? കിട്ടിയിട്ടില്ല, ഞാൻ ഇപ്പൊ ക്യൂവിലാണ്. അത് പറയേണ്ടി വരൂലേ? അവര് റെഡിയാണ്, നമ്മുടെ തൊന്നില്ല. അതുകൊണ്ട് മുഅ്മിനേ, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാഹു ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മതലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. അലി ഇബ്നുൽ മഅ്മൂൻ അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്നു. അർദ്ധരാത്രിയിൽ ഉറക്കം വരാതെ എഴുന്നേറ്റു. ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനം ഒരു സാധാരണക്കാരന്റെ വാക്കുകളിലൂടെ തിരിച്ചു കിട്ടിയ ഒരു നിധി പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ പാതിരാത്രിയിൽ ഞെട്ടുണർന്നിട്ട് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ നാട് വിട്ടു പോകുന്നു, ബഗ്ദാദിൽ നിന്ന് നാട് വിടുകയാണ്, ഇറാഖിന്റെ ബോർഡർ കഴിഞ്ഞ് ഖുറാസാനിലേക്കാണ് പോകുന്നത്, ഇന്നത്തെ പഴയ റഷ്യയുടെ ഭാഗം. ഞാൻ പോവുകയാണ്, പോയി 3 ദിവസം കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്റെ പിതാവ് ഖലീഫയോട്, മഅ്മൂനിനോട്, എന്റെ പിതാവിനോട് നിങ്ങൾ ഞാൻ പിന്നീട് വരുമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അൽഖാഹു യൗമൻ അർദുൽ അക്ബർ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വാപ്പയും ഉമ്മയും കടന്നു വരുമ്പോ, മക്കളും പിതാവും കടന്നു വരുമ്പോ, അവിടെ വെച്ച് ഉപ്പയെ ഞാൻ കണ്ടുമുട്ടാം, ഇനി ഞാൻ ബഗ്ദാദിലേക്കില്ല എന്ന് എന്റെ ഉപ്പയോട് നിങ്ങൾ പറയണം, ഞാൻ പോയി 3 ദിവസം കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഇറക്കം ഇറങ്ങിയ ആളാണ്. കൊട്ടാരത്തിൽ നിന്ന് എല്ലാം രാജിവെച്ചിറങ്ങിയ അലി ഇബ്നുൽ മഅ്മൂൻ. എത്രയോ സാധാരണക്കാർ നമ്മുടെ വല്ല മഖാമുകളിലോ പള്ളിയുടെ മുമ്പുകളിലോ ഏതെങ്കിലും വിജനമായ സ്ഥലങ്ങളിലോ ഇബാദത്തിലായി കഴിയുന്ന ആളുകളെ കാണുമ്പോൾ അവരനുഭവിക്കുന്ന സമാധാനത്തിന്റെ അളവ് എത്രയെന്ന് അവർക്കും റബ്ബിനെ അറിയൂ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറഞ്ഞിരുന്നു, മനസ്സമാധാനത്തിന്റെ അത്യുന്നതയിൽ മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദം, അല്ലാഹുമായുള്ള ബന്ധം അറിഞ്ഞപ്പോ മഹാനവർ പറയുമായിരുന്നു, വല്ലാഹി ലൗ അറഫൽ മുലൂക് വഅബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി ലസാലദൂന അലൈഹി ബിസ്സുയൂഫ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനം എവിടെ? ഒരു ഉണങ്ങിയ റൊട്ടിയും ആ റൊട്ടി ഏതെങ്കിലും പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തിന്നുന്ന കാലം നമ്മൾ അനുഭവിക്കുന്ന സുഖം, നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനം ഈ രാജാക്കന്മാരും അവരുടെ മക്കളായ രാജകുമാരന്മാരും അറിഞ്ഞിരുന്നുവെങ്കിൽ അസൂയ കാരണം അവർ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്തേനെ. അത്ര വലിയ സുഖത്തിലാണ് നമ്മളെന്ന് ഫഖീറായി ജീവിച്ച മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി. ചില ആളുകൾ ജീവിതത്തിൽ വഴിത്തിരിവുകളാകുന്ന അങ്ങനെയാണ്. ചില ആളുകളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ്.
ആ കൊട്ടാരം വിട്ടിറങ്ങി ഖുറാസാനിലേക്ക് കടന്നുപോയ മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിലായി ജീവിച്ചു. അവിടെ ഒരു കച്ചവടക്കാരനെ പരിചയപ്പെട്ടു. ആ കച്ചവടക്കാരന്റെ തൊഴിലാളിയായി 5 നേരത്തെ നിസ്കാരവും പൂർണ്ണമായ ഇബാദത്തും വിശ്രമമില്ലാത്ത അധ്വാനവും, ആ അധ്വാനം കൊണ്ട് എന്തെങ്കിലും റൊട്ടി കഷ്ണങ്ങൾ വാങ്ങിച്ചു കഴിക്കും. ആരാണിതെന്നറിയണേ? ഒരു കാലത്ത് സുഖലോലുപതയുടെ എല്ലാ ഉത്തുംഗതയും കണ്ട് പരിചയപ്പെട്ട അലി ഇബ്നുൽ മഅ്മൂൻ ഒരു സാധാരണക്കാരനെ പോലെ തെരുവിൽ കിടന്നുറങ്ങി ജീവിച്ചു. 10-20 വർഷം കഴിഞ്ഞു. അലി ഇബ്നുൽ മഅ്മൂൻ അസുഖബാധിതനായി മരിക്കാൻ പോകുമ്പോ തന്റെ കൂടെയുള്ള അദ്ദേഹം പോയത് ഖുറാസാനിലെ വാസിത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരുന്നു. അല്ലാമൽ വാസിത്തയുണ്ട്, പ്രഗത്ഭനായ പണ്ഡിതൻ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലക്കാരനായ പണ്ഡിതൻ. ആ വാസിത്തി ഇമാമിന്റെ നാടാണത്. അലി ഇബ്നുൽ മഅ്മൂനിന്റെ മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരം തന്റെ കൂട്ടുകാരനായ കച്ചവടക്കാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മോതിരം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപ്പയെ കൊണ്ടുപോയി നിങ്ങൾ ഏൽപ്പിക്കണേ. എന്റെ ഉപ്പയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്റെ ഉപ്പയെ ഏൽപ്പിച്ചാൽ മതി. എന്റെ ഉപ്പ ആരാണെന്നറിയോ? നിങ്ങളുടെ ഉപ്പ ആരാണെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ? നിങ്ങൾ ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ. അനബിറുൽ ഖലീഫത്തുൽ മഅ്മൂൻ, ലോക രാജ്യങ്ങൾ ഭരിക്കുന്ന, ലോക മുസ്ലിം രാജ്യങ്ങൾ ഭരിക്കുന്ന ഖലീഫ മഅ്മൂനിന്റെ മകനാണ് ഞാൻ. തെരുവിൽ കിടന്ന് മരിക്കാൻ ഇബാദത്ത് ഒരുപാട് ചെയ്തു. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എല്ലാ തിന്മകളും തൗബ ചെയ്ത് മടങ്ങി ഒരുപാട് ഇബാദത്ത് ചെയ്തു. എന്റെ പിതാവിന് നിങ്ങൾക്കറിയില്ലയോ, അത് മഅ്മൂനാണ്. മഅ്മൂനിനോട് ഞാൻ എന്റെ മോതിരം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിങ്ങൾ എന്നെ ഖബറടക്കണം. എന്നിട്ട് ഈ മോതിരം എന്റെ ഉപ്പയെ നിങ്ങൾ ഏൽപ്പിക്കണം. ആ മോതിരം ഖലീഫ മഅ്മൂനിന്റെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഖലീഫ മഅ്മൂൻ വിചാരിച്ചത് മോനെന്നോ മരിച്ചു പോയിട്ടുണ്ടെന്നാണ്, മോനെ ആരോ കൊന്നുകളഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. ആ മോന്റെ മോതിരം കണ്ട് പൊട്ടി നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് ഖലീഫ മഅ്മൂൻ. വല്ലാതെ കരഞ്ഞു. ആ കരച്ചിൽ കൊട്ടാരത്തിലാകമാനം പ്രകമ്പനമുണ്ടാക്കി. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് സുഖലോലുപതയുടെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചു കടന്ന് തിന്മയും നന്മയും ഒന്നും നോക്കാതെ ശരീരത്തിന്റെ ഇഷ്ടമെന്തോ അത് മാത്രം സാധിപ്പിച്ചു നടന്ന ഒരു ചെറുപ്പക്കാരന്റെ കൽബിലേക്ക് ഇജലയുടെ ഓളങ്ങളിൽ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരന്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയ മനസ്സമാധാനം എന്ന മഹാനിധി കിട്ടിയപ്പോൾ കൊട്ടാരം വിട്ടിറങ്ങി വാസത്തിൽ ചെന്ന് സാധാരണ കൂലിപ്പണിക്കാരനെ പോലെ ജീവിച്ച് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് യാത്രയായ ഖലീഫയുടെ മകനാണ് അലി ഇബ്നുൽ മഅ്മൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ആ ചരിത്രം രേഖപ്പെടുത്തിയവർ കരഞ്ഞു പോയിട്ടുണ്ട്, അത് കേൾക്കുന്നവർ കരഞ്ഞു പോയിട്ടുണ്ട്. ഇത് സാധ്യമായത് ഇതൊരു വലിയ മനക്കരുത്ത് വേണം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഹൃദയത്തിനുള്ളിലേക്ക് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം തന്നാൽ മനസ്സിന് സമാധാനമുണ്ട്. നമ്മുടെ നാവുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാകുമ്പോൾ നല്ല സമാധാനമുണ്ടാകും. അല്ലാത്തതൊന്നിനും ആരിനുമേ ഒരു കാമുകനും ഒരു കാമുകിക്ക് സ്നേഹം കൊടുക്കാൻ കഴിയും, സമാധാനം കൊടുക്കാൻ കഴിയില്ല. ഒരു സമ്പത്ത് കൊണ്ടും ഒരു മുതലാളിക്കും പണം കിട്ടും, പക്ഷേ സമാധാനം തരില്ല. അത് അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അവന് ദിക്ർ ചൊല്ലുന്നവർക്ക് കൊടുക്കുന്നത് മാത്രമാണ്.